അടിച്ച് ലക്കുകെട്ട് കാർ പുഴയിലേക്ക് ഓടിച്ചിറക്കിയ യുവാവിനെ രക്ഷപ്പെടുത്തിയവർക്ക് കിട്ടിയത് പൂരത്തെറി. കോട്ടയം മറവന്തുരുത്ത് ആറ്റുവേലക്കടവിലാണ് സംഭവം. വടയാർ മുട്ടുങ്കൽ സ്വദേശിയായ യുവാവാണ് മദ്യലഹരിയിൽ കാറുമായി പുഴയിലേക്ക് കുതിച്ചത്. അപകടകരമായ രീതിയിൽ വാഹനം പുഴയിലേക്ക് വരുന്നത് കണ്ട് കടത്തുവെള്ളക്കാർ നിലവിളിച്ചുകൊണ്ട് ആ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുകയും തുടർന്ന് കാർ മുങ്ങും മുൻപ് തന്നെ ഡോർ തുറന്ന് യുവാവിനെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചതാകട്ടെ, ഡോർ തുറന്ന് യുവാവിനെ രക്ഷപ്പെടുത്തിയവരെ പച്ചയ്ക്ക് തെറി പറയുന്ന രംഗവും. അമിത വേഗത്തിലാണ് കാർ പുഴയിലേക്ക് ഓടിച്ചിറക്കിയത്. ഇത് കണ്ട് കടത്തുകാർ തോണിയുമായി ഉടൻ എത്തുകയായിരുന്നു. തോണി കാറിനോട് ചേർത്ത് നിർത്തി ഡോറ് തുറന്ന് യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. യുവാവിനെ തോണിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ കാർ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. കടത്തുകാർ എത്താൻ വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കാർ വെള്ളത്തിൽ മുങ്ങി യുവാവിന്റെ ജീവൻ പോലും അപകടത്തിലാകുമായിരുന്നു. എന്നാൽ രക്ഷപ്പെടുത്തിയതിന് പിന്നാലെ കടത്തുകാരുമായി യുവാവ് തർക്കത്തിലേർപ്പെട്ടു. കടത്തുകാരൻ കാറിന്റെ ഡോറ് തുറന്നതുകൊണ്ടാണ് മുങ്ങിപ്പോയതെന്ന വിചിത്രമായ മറുപടിയാണ് യുവാവ് നൽകിയത്. കടത്തുകാരുമായി യുവാവ് പിന്നീട് തർക്കിക്കുകയും ചെയ്തു. ഡോർ തുറന്നില്ലായിരുന്നെങ്കിൽ മുങ്ങി ചാവുമായിരുന്നുവെന്നും ആളുകളെ മെനക്കെടുത്തിയതും പോരാന്ന് പറഞ്ഞ് കടത്തുകാരൻ തിരിച്ച് മറുപടിയും നൽകി. കടത്തുകാരിൽ ഒരാൾ പകർത്തിയ വീഡിയോ അടക്കമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. കാർ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് പോയതാണോ അതോ അതുവഴി വഴിതെറ്റി വന്നതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം കാർ അമിത വേഗത്തിൽ ഓടിച്ചിറക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതേസമയം നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് മദ്യപിച്ച് ലക്കുകെട്ട് വൈദ്യുതി ലൈനിൽ കിടന്ന് മയങ്ങിയ യുവാവിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആന്ധ്രാപ്രദേശിലെ പാൽക്കൊണ്ടയിലെ സിംഗിപുരത്താണ് സംഭവം. യൊജാല വെങ്കൈ എന്ന ആളാണ് ഈ പോസ്റ്റിന് മുകളിൽ കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചത്. വീണ്ടും മദ്യപിക്കാൻ അമ്മ പണം നൽകാത്തതിനെ തുടർന്നായിരുന്നു യുവാവിന്റെ കടുങ്കൈ. പ്രദേശത്ത് വൈദ്യുതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ യുവാവിന്റെ ജീവൻ രക്ഷിക്കാനുമായി. യുവാവിനെ പിന്നീട് അനുനയിപ്പിച്ചാണ് താഴെ ഇറക്കിയത്. കറണ്ടില്ലെങ്കിൽ കൂടി നാട്ടുകാർ യഥാസമയം ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തതുകൊണ്ട് തന്നെ വൻ ദുരന്തമാണ് ഒഴിവായത്. വൈദ്യുതി വിച്ഛേദിച്ചതിന് പിന്നാലെ ഇയാളോട് ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. യുവാവ് കമ്പികളിൽ കുറച്ചുനേരം കിടന്നതോടെ നാട്ടുകാർ ആശങ്കയിലായി. വിവരമറിഞ്ഞ് പോലീസ് ഗ്രാമത്തിലെത്തിയാണ് യുവാവിനെതിരെ കേസെടുത്തത്. അതേസമയം ഈ രണ്ട് സംഭവങ്ങളിലും മദ്യമാണ് വില്ലനാകുന്നത്. മദ്യപാനികളെ കുറിച്ച് പൊതുവെ ആരും നല്ലതൊന്നും പറയാറില്ല. കുടുംബത്തിലെ സമാധാനം കെടുത്തുന്നവർ, അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടുപോയി നശിപ്പിക്കുന്നവർ, വീട് നോക്കാത്തവർ, സ്വന്തം ആരോഗ്യമില്ലാതാക്കുന്നവർ തുടങ്ങി നിരവധി വിശേഷങ്ങളാണ് ഇവർക്കുള്ളത്. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ കുടിക്കുന്ന പാനീയമാണ് മദ്യം. വെള്ളം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള പാനീയം എന്നൊരു വിശേഷണവും മദ്യത്തിനുണ്ട്. ഒരു ദുശീലമായി മുദ്രകുത്തപ്പെട്ടിട്ടുള്ള മദ്യപാനം സാമ്പത്തികമായും ആരോഗ്യപരമായും ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. കരൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും മദ്യപാനം ഹാനികരമാണെന്ന് പണ്ടേ തെളിയിക്കപ്പെട്ടതാണ്. ഇതൊക്കെ കൊണ്ടാണ് മദ്യപാനത്തെ ഒരു ദുശീലമായി തന്നെ കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.